പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലുണ്ടല്ലോ, അടിമുടി വ്യാജനാണ്. ഈ മോൺസൺ മാവുങ്കൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ചില പരാതികൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സാധനങ്ങൾ മോഷണം പോയി, വീണ്ടും ഒരു പരാതി വന്നിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണം വ്യാജ കഥയെന്ന സംശയത്തിലാണ് പോലീസ്. വാടക വീട് ഒഴിയുന്നതിന് നീട്ടാനുള്ള മോൺസന്റെ തന്ത്രമെന്നാണ് പോലീസിന്റെ സംശയം. കഴിഞ്ഞ വർഷവും മോൺസൺ വ്യാജ മോഷണ പരാതി നൽകിയിരുന്നു. 1-2 20 കോടി രൂപ വില വരുന്ന വസ്തുക്കൾ വീട്ടിൽ നിന്ന് മോഷണം പോയെന്നാണ് നിലവിലെ പരാതി. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, മോശമടിയും സിംഹാസനവും അടക്കം പല സാധനങ്ങളും ഉണ്ടാക്കി കാണിച്ച് സാക്ഷാൽ ബെഹ്റയെ പോലും പറ്റിച്ച കക്ഷിയാണ് ഈ മോൺസൺ മാവുങ്കൽ. ആ മോൺസൺ മാവുങ്കൽ അയാളുടെ വീട്ടിൽ 20 കോടി രൂപയുടെ സ്വത്തുക്കൾ എന്തോ കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എന്ന് കേട്ടു. ഈ പരാതി നിജമാ പൊയ്യ? അരുൺകുമാർ, അത് പോയി എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും മോശയുടെ അംശവടി അടക്കമുള്ള തട്ടിപ്പ് സാധനങ്ങളൊക്കെ തന്നെ മോൺസൺ മാവുങ്കൽ സൂക്ഷിച്ചിരുന്നത് കലൂരിലെ വാടക വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് മോഷണം പോയെന്നുള്ള പരാതിയാണ് ഇന്നലെ വന്നിരുന്നത്. പ്രധാനമായും പറഞ്ഞിരുന്നത് 20 കോടിയുടെ വസ്തുക്കൾ എന്നുള്ളതാണ്. അതായത് സ്വർണം പൂശിയ ഖുറാനുകൾ, വാച്ചുകൾ അടക്കമുള്ള 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടമായെന്നുള്ള പരാതിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മോൺസൺ മാവുങ്കലുമായി പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധനയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ പോലീസിനുള്ള സംശയമെന്ന് പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ളതാണ്. അതിന് കാരണമായി പോലീസ് 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, നേരത്തെ മോൺസൺ മാവുങ്കൽ ഈ വീട്ടുടമസ്ഥൻ തമ്മിൽ സ്ഥിരമായി തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ മോൺസൺ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് പലതവണയായിട്ട് തർക്കമുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ വീട്ടിൽ നിന്ന് വീട് ഒഴിയണമെന്നുള്ളൊരു ആവശ്യം വീട്ടുടമസ്ഥൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് കേൾക്കാൻ മോൺസൺ മാവുങ്കൽ തയ്യാറായിരുന്നില്ല. ഇയാളെ സംബന്ധിച്ച് ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വീട് ഒഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വീട് ഒഴിയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണോ മോൺസൺ മാവുങ്കലിന്റെ ഈ മോഷണ പരാതി എന്നുള്ളൊരു സംശയമാണ് പോലീസിന് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം സമാനമായൊരു പരാതിയും മോൺസൺ ഉന്നയിച്ചിരുന്നതാണ്. ചില വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നുള്ളായിരുന്നു പരാതി. അന്ന് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും അതൊരു വ്യാജ പരാതിയാണെന്നുള്ള കണ്ടെത്തലിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത്. നിലവിൽ നമുക്ക് ആ വീട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വീടിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഡോർ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. വെന്റിലേഷനെ ചുറ്റുമുള്ള, അതായത് വെന്റിലേഷനോട് ചേർന്നുള്ള ഭിത്തി ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നാൽ അതുവഴി ഈ പറഞ്ഞതുപോലെ 20 കോടി മൂല്യമുള്ള അല്ലെങ്കിൽ അത്ര വലിയ തുക വരുന്ന സാധനങ്ങളൊക്കെ കടത്താൻ കഴിയുമോ എന്നുള്ള വലിയ സംശയം കൂടിയാണ് പോലീസിനുള്ളത്. എന്തായാലും നോർത്ത് പോലീസ് ഇതിലിപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഈ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള സൂചന ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ മോൺസൺ മാവുങ്കലിലേക്ക് തന്നെ തിരിഞ്ഞെത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. മോൺസൺ മാവുങ്കൽ അല്ലേ? നമ്പാതെ.